പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഈ നല്ല സമയത്ത് നിങ്ങൾക്കൊപ്പം ആയിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിന് ഒത്തിരി സന്തോഷം. കർത്താവ് സഹായിക്കട്ടെ. തുടർച്ചയായി കർത്താവിൻ്റെ വചനം പഠിക്കുക എന്നുള്ള നിങ്ങളുടെ സമർപ്പണത്തെ കർത്താവ് ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് യാത്രകളും തിരക്കൊക്കെ ആയിരുന്നു. എനിക്ക് എൻ്റെ 4ാമത്തെ റെഗുലർ ബൈബിൾ സ്റ്റഡിയാണിത്. ഈ ആഴ്ചയിൽ തുടർച്ചയായ എല്ലാ ആഴ്ചകളിലും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാൻ കർത്താവ് എനിക്ക് തരുന്ന അവസരങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് സുവിശേഷത്തിൻ്റെ മഹത്വം എന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു. എന്താണ് സുവിശേഷത്തിൻ്റെ മഹത്വം എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തത്? ഒന്നാമത് സുവിശേഷത്തിൻ്റെ ആധികാരികതയാണ്, അല്ലെ? സുവിശേഷത്തിൻ്റെ ആധികാരികതയിൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഫോർ ടോൾഡ്, ഇത് മുൻകൂട്ടി പറഞ്ഞതാണ് എന്നതാണ് സുവിശേഷത്തിന്റെ ആധികാരികത. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആന്റിക്വിറ്റി ഓഫ് ഗോസ്പൽ, സുവിശേഷത്തിന്റെ പൂർവകാലത്തെ ഉള്ള പ്രസ്താവന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സുവിശേഷം ഏതെങ്കിലും ഒരു ആശയമല്ല, പഴയ നിയമത്തിൽ മുൻകൂട്ടി പറഞ്ഞ സംഭവത്തിന്റെ പൂർത്തീകരണമാണ് സുവിശേഷം. രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞത് സുവിശേഷം പ്രൂവ്ഡ് ആണ്, തെളിയിക്കപ്പെട്ടതാണ് എന്ന് ഈ ലേഖന ഭാഗത്ത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നിർണയിക്കുക എന്ന വാക്ക് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. അപ്പം സുവിശേഷം എന്ന് പറയുന്നത് ഒരു ആശയമല്ല, ഇത് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചിരുന്നു. ഒരാശയം കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു, സുവിശേഷത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്, അല്ലെ? ആ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. ഒന്ന്, സുവിശേഷം മഹത്വമുള്ളതാണ്, കാരണം ഇത് മുൻകൂട്ടി പറഞ്ഞതാണ്. 2, സുവിശേഷം ഉറപ്പിക്കപ്പെട്ടതാണ് എന്നത് അത് സുവിശേഷത്തിന്റെ വലിയൊരു ശ്രേഷ്ഠതയാണ്, അല്ലെ? മൂന്നാമത്തേത്, സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞത് സുവിശേഷത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്. ഇത് നിങ്ങളുടെ അകത്തുണ്ടെന്ന് ചിന്തിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഐഡന്റിറ്റി ഓഫ് എ ബിലീവർ, ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ കുറച്ച് സമയം ഇന്ന് ഈ സന്ധ്യകൾ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ ദൈവമക്കൾ എന്ന് പറയുന്ന വാക്ക് ഒരു അർത്ഥമറിയാതെ ഉപയോഗിക്കുന്നതാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പലപ്പോഴും ഒരു സഭയിലായാലും വ്യക്തികളുടെ നടുവിലായാലും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും ഒരു ഐഡന്റിറ്റി ക്രൈസിസാണ്. എന്ന് പറഞ്ഞാൽ പലരുടെയും മുമ്പിൽ നമ്മൾ ഒന്നുമില്ലെന്നൊക്കെ ഒരു തോന്നലുണ്ടാകുന്ന ഒരു ചിന്ത പലപ്പോഴും പലരുടെ അകത്തുണ്ട്. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരിമാരെയും ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുക, ദൈവമക്കൾ എന്ന് പറയുന്ന ഈ ഒരു പേര് ലോകത്തിൽ നമുക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയൊരു പേരാ. കാരണം സമ്പത്തുള്ളവരെ സമ്പന്നൻ എന്ന് വിളിച്ചേക്കാം, വിദ്യാഭ്യാസമുള്ളവരെ വിദ്യാസമ്പന്നൻ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് എന്ന് വിളിച്ചേക്കാം, അല്ലെ? ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തിരിക്കുന്നവരെ സർ എന്ന് വിളിച്ചേക്കാം, മാഡം എന്ന് വിളിച്ചേക്കാം. പക്ഷേ നമ്മെ ഈ പേര് വിളിച്ചത്, മകൻ മകൾ എന്ന് പേര് വിളിച്ചത് ഇവിടുത്തെ ആളുകളല്ല, സ്വർഗത്തിലെ ദൈവമാണ്. കേട്ടെ, നമ്മെ സർ എന്ന് വിളിച്ചതോ നമ്മെ മാഡം എന്ന് വിളിച്ചതോ നമ്മെ ഒരു സമ്പന്നൻ എന്ന് വിളിച്ചതോ നമ്മളെ അറിവുള്ളവൾ എന്ന് ഈ ലോകത്ത് വിളിച്ച ആളുകളെക്കാൾ വലുതാണ് സൃഷ്ടാവായ ദൈവം നമ്മളെ നോക്കിയിട്ട് വിളിച്ചിരിക്കുക മകനെ മകളെ എന്നുള്ള സ്ഥാനം. അതുകൊണ്ട് ലോകത്തിൽ ഒന്നുമില്ലാത്തവരല്ല നമ്മൾ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തിരിക്കുന്നവരാണ് നമ്മൾ, കേട്ടോ. അതുകൊണ്ടൊരു ദൈവപൈതലാണെന്നൊക്കെ പറയുന്നതില് തല കുനിക്കൊന്നും വേണ്ട. നമ്മൾ വായിക്കുന്നുണ്ട് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ ആ വാക്യം നോട്ട് ചെയ്ത് നോക്കിയേ. 1 John chapter 3 verse 1. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയത്. അപ്പം ഈ വലിയ സ്നേഹത്തിന്റെ ഒരു റിസൾട്ടാണ് നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കാനുള്ള കാരണം. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്യാവേ. എന്താണ് നമ്മെ ദൈവമക്കളെന്ന് വിളിക്കാൻ കാരണം? കാരണം ആ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ കർത്താവ് കൊടുത്ത ദ എമൗണ്ട് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആ വലിപ്പം ഉണ്ടല്ലോ, ആ വലിപ്പം ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത വലിപ്പമായിരുന്നു. അത്രയും സ്നേഹം നമുക്ക് തന്നിട്ടാണ് അതിന്റെ റിസൾട്ടായി നമ്മളെ ദൈവമക്കളെന്ന് വിളിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ പറയാം.
നമ്മെ ദൈവമക്കൾ എന്ന് വിളിക്കാൻ, ഈ ലോകത്ത് കർത്താവ് തന്ന സ്നേഹത്തെ നമ്മൾ വിളിക്കാൻ പറയുന്നത് യുണീക് ലവ് എന്നാ. ഐ മീൻ അളവില്ലാത്ത സ്നേഹം എന്നാ. എത്ര വലിയ സ്നേഹമാ ദൈവം നമുക്ക് തന്നത്! ആ എത്ര വലിയ സ്നേഹം തന്നതിന്റെ ഏറ്റവും വലിയ നന്മ എന്നാ? ഒറ്റ കാര്യമാണ്, നമ്മളെ ദൈവമക്കൾ എന്ന് വിളിക്കാൻ ഒരവസരം ദൈവം നമുക്കുണ്ടാക്കി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ദൈവത്തിന്റെ വലിയ സ്നേഹം നൽകി നമുക്ക് കിട്ടിയ വലിയ പേരാണ് നാം ദൈവത്തിന്റെ മക്കൾ എന്ന പേര്. ഇത് കേൾക്കുമ്പം നമുക്ക് ഒന്നും ചെറുതായി പോകണ്ട, നമ്മുടെ സ്ഥാനം ഒന്നുമില്ലെന്നൊന്നും ഓർക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കൂടെ ചേർത്ത് പറയാം. സമ്പന്നതയുടെ പേരിൽ നമ്മെ കാശുള്ളവനെന്ന് വിളിച്ചേക്കാം, അറിവിന്റെ പേരിൽ വിദ്യാഭ്യാസമുള്ളവനെന്ന് വിളിച്ചേക്കാം, സ്ഥാനത്തിന്റെ പേരിൽ സർ എന്ന് വിളിച്ചേക്കാം. പക്ഷേ നമ്മെ ഈ വിളിച്ചത് മുഴുവൻ മനുഷ്യരാ. കേട്ടോ? എന്നാൽ ദൈവമാണ് നമ്മെ വിളിച്ചത് മകനെ, മകളെ എന്നുള്ളത്. അപ്പൊ മനുഷ്യന്റെ വിളി കേൾക്കുന്നവർ നാം അതിനെ വലുതായും, ദൈവത്തിന്റെ വിളി കേൾക്കുമ്പോ അതിനെ ചെറുതായും കണക്കാക്കണ്ട. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പേര്, ഏറ്റവും വലിയ അംഗീകരണം നമുക്ക് കിട്ടി. അത് മറ്റൊന്ന, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നിനും ഇത്രയും വലിയൊരു ഐഡന്റിറ്റി നമുക്ക് തരാൻ പറ്റുകയില്ല. സകലത്തിന്റെ ഉടമസ്ഥനായ ദൈവമാണ് നമ്മളെ ഈ പേര് വിളിച്ചത്. കേൾക്കുന്നുണ്ടോ? സകലത്തെ ഉടമസ്ഥനായ ദൈവം നമ്മെ മകനെ, മകളെ എന്ന് വിളിച്ചെങ്കിൽ ഇത്രയും വലിയൊരു വ്യക്തിത്വം, ഇത്രയും വലിയൊരു ഐഡന്റിറ്റി ലോകത്ത് നമുക്ക് കിട്ടിയെങ്കിൽ തല താഴ്ത്തി പിടിക്കണ്ട, സന്തോഷത്തോടെ പറയണം, ഞാൻ ഒരു ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാ. കേട്ടോ? ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നും നമ്മളെ ബാധിക്കണ്ട. കാരണം നാം നഷ്ടപ്പെട്ടവരല്ല, നാം സകലത്തിന്റെ മുമ്പിൽ തലയെടുപ്പോടെ നേടിയവരാ. ഓക്കെ. അപ്പം നമ്മൾ ആര് എന്ന ചോദ്യത്തിന് പൗലോസ് നൽകുന്ന 3 ഉത്തരങ്ങൾ ഈ റോമലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിലുണ്ട്. നമുക്ക് ഇന്ന് രാത്രി അത് ചിന്തിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരാണ് സത്യത്തിൽ? കേട്ടെ, പൗലോസ് 3 കാര്യങ്ങള് നമ്മളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വായനക്കാരുള്ള ബന്ധത്തിൽ, ഈ ക്ലാസ് സംബന്ധിക്കുന്ന ഓരോരുത്തരെയും പൗലോസ് നോക്കിയിട്ട് പറയുകയാണ്, 3 പേരുകൾ, 3 വാക്കുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വാക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3. ആ വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് വിശദീകരിക്കാം. വായിക്കാം, ഒന്ന് വായിച്ചേ. റോമാലേഖനം 1-ാം അധ്യായത്തിന് 3-ാം വാക്യം. ആർക്കെങ്കിലും? റോമിൽ ദൈവത്തിന് പ്രിയരും ദൈവത്തിന് പ്രിയരും. ഓക്കെ, മതി. അപ്പൊ ഒന്നാമത് നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിന് പൗലോസ് നൽകുന്ന ആദ്യത്തെ ഉത്തരം, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്ക് എഴുതുന്നത് 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ ആണെങ്കിൽ അതിലത്ര പ്രസക്തി വരികയില്ല. പക്ഷേ ഇത് 1-ാം നൂറ്റാണ്ടിലാണ്. കാരണം ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റപ്പെടലിൻ്റെതാണ്. കേട്ടെ, ആദ്യ നൂറ്റാണ്ടുകൾ തിരസ്കരണത്തിൻ്റെതാ, റിജക്ഷൻ്റെതാ. ആദ്യ നൂറ്റാണ്ടുകൾ ഓടിപ്പോകലിൻ്റെതാ. കേൾക്കുന്നുണ്ടോ? യേശുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ നാടുവിട്ടവർ അസംഖ്യമാണ്. യേശുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ കൊല്ലപ്പെട്ടവർ അസംഖ്യമാണ്. അതാണ് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ ഹിസ്റ്ററി. യേശുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ സ്വന്തം ദേശത്തുള്ള എല്ലാം നഷ്ടപ്പെട്ടവര് അസംഖ്യമാണ്. നിങ്ങൾക്ക് ഈ ചിത്രം ഒന്നുകൂടെ ക്ലിയർ ആകാൻ എബ്രായലേഖനത്തിലേക്ക് നമുക്ക് വരാം. ആ കാലഘട്ടത്തിലെ ദൈവജനത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാനിട വരട്ടെ. വായിക്കണം എൻ്റെ ഒപ്പം. എബ്രായലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരിക. 10-ാം അധ്യായത്തിന്റെ 32 തൊട്ട് ഉള്ള വാക്യം നമ്മളൊന്ന് വായിച്ചു കേൾക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കണേ. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 32 ഓൺവേഴ്സ്. 32 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾ നിന്ദകളും പീഡകളാലും കൂത്തുകാഴ്ചകളാലും ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീരുന്നതും, ഇങ്ങനെ കഷ്ടതകളാൽ വളരെ പോരാട്ടം കഴിച്ച്
പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. അടുത്ത വാക്യം കൂടെ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചത് അല്ലാതെ കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സമ്പത്തിന്റെ അപഹാരം മതി. താങ്ക് യു പാസ്റ്റർജി. സമ്പത്തിന്റെ അപഹാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുപോയി എന്നാ ഇതിന്റെ അർത്ഥം. കർത്താവിനെ അറിഞ്ഞതിന് പേരിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. അവർ നിന്ദിക്കപ്പെട്ടു, അവർ കൂത്തുകാഴ്ചയായി ഭവിച്ചു, അവർ അപമാനിക്കപ്പെട്ടു. അല്ലേ? പണ്ടൊക്കെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, പ്രായമുള്ളവർ കണ്ടിട്ടുണ്ടാകാം, കുരങ്ങിനെയും കൊണ്ട് കളിപ്പിക്കുന്ന പോലെ, അത് കണ്ട് ചിരിക്കുന്ന സമൂഹത്തെ പോലെ വിശ്വാസ സമൂഹം പീഡയുടെ നടുവിലൂടെ പോയൊരു കാലമുണ്ട്. ആർക്കും വേണ്ട എന്ന് പറഞ്ഞൊരു കാലഘട്ടം, എല്ലാവരുടെയും മുമ്പിൽ തള്ളപ്പെട്ടൊരു കാലഘട്ടം. അവർക്ക് പൗലോസ് എഴുതുക, നിങ്ങൾ ലോകത്തിൽ ഇങ്ങനെയാണെങ്കിലും ദൈവത്തിന് ഇങ്ങനെയല്ല, ദൈവത്തിന് നിങ്ങൾ പ്രിയരാണ്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ കഴിവുള്ളവന്റെ കൂടെ കൂടാൻ ആള് കാണും, കാശുള്ളവന്റെ കൂടെ കൂടാൻ ആള് കാണും, വ്യക്തിശ്രേഷ്ഠതയുള്ളവന്റെ കൂടെ ആള് കാണും. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മെ പ്രിയരെന്ന് പരിഗണിച്ചത് ഒരു കഴിവും വെച്ചല്ല, ഒരു ശ്രേഷ്ഠതയും വെച്ചല്ല. കർത്താവ് നമ്മെ പ്രിയരെന്ന് വിളിക്കാൻ കാരണം ഒറ്റ കാര്യമുള്ളൂ, നാം കർത്താവിന്റെ മക്കളായി തീർന്നു. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. എത്ര വലിയൊരു ഭാഗമാണ് പൗലോസ് ഇവിടെ തന്റെ വായനക്കാർക്ക് നൽകുന്നത്. എത്ര പ്രിയപ്പെട്ടവരാ! ഈ വാക്കിന്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ. ദൈവത്തിന്റെ പ്രിയർ എന്ന വാക്കിന്റെ ഒരർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ. 2, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവർ. ദൈവത്തിന്റെ പ്രിയർ എന്ന വാക്കിന്റെ ദ ബിലവഡ് ഓഫ് ഗാഡ് എന്ന വാക്കിന്റെ 2 അർത്ഥം. 1, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ. 2, ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നവർ. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ വിലയില്ലാത്തവരും വേണ്ടാത്തവരുമല്ല. ഞാൻ കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നയാളാണ്. ഓക്കെ. 2, ഞാൻ കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടയാളുമാണ്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം, ഏറ്റവും ഉന്നതമായ കാര്യം, കർത്താവിനെ അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പ്രിയ ആളാ ഞാൻ. ഈ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആരവഗണിച്ചാലും, ആര് തള്ളിയാലും, ആര് നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും നിങ്ങൾ അതിനോർത്ത് വ്യാകുലപ്പെടുകയൊന്നും വേണ്ട. ഒന്നാമൻ നമ്മെ അംഗീകരിച്ചെങ്കിൽ രണ്ടാമത്തവർ നമ്മളെ തള്ളിയ എന്താ കാര്യം? ഉടയവൻ നമ്മെ അംഗീകരിച്ചെങ്കിൽ, ഈ കാഴ്ചക്കാർ നമ്മെ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ കാര്യം? ദൈവം നമ്മെ അംഗീകരിച്ചു. ദൈവം നമ്മെ അംഗീകരിച്ചത് നമ്മുടെ ഏറ്റവും വലിയൊരു പദവിയായി, ഏറ്റവും വലിയ ഒരു സ്റ്റാറ്റസ് ആയി നമുക്ക് കാണാൻ കഴിയണം എന്നുകൂടെ ഞാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഈ ദൈവത്തിന്റെ പ്രിയർ എന്ന വാക്കിന് നമുക്ക് കാണാൻ പറ്റുന്ന 4 അർത്ഥമുണ്ട്. ആ 4 അർത്ഥങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പോകാം. ഓക്കെ. ദൈവത്തിന്റെ പ്രിയരെന്നതിന് 4 അർത്ഥം വേദപുസ്തകത്തിലുണ്ട്. ആ 4 അർത്ഥവും നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പോകാം. ദ വേർഡ് ബിലവഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ബൈബിൾ. ഇറ്റ് ഹാസ് 4 ഡിഫറെന്റ് മീനിങ്സ് ഇൻ ബൈബിൾ. ആ 4 വാക്കുകളെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുക. കേട്ടെ, ഈ വാക്കൊന്ന് നിങ്ങളൊന്ന് കേൾക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കേൾക്കണേ. കർത്താവ് നമ്മെ വിളിച്ച പേരൊന്നും അലങ്കാര വാക്കുകളല്ല. കർത്താവ് നമ്മെ വിളിച്ച പേരുകൾ മുഴുവൻ ഉത്തരവാദിത്വമുള്ള വാക്കുകളാണ്. സ്തോത്രം. അല്ലെ? സ്നേഹം കൂടുമ്പോ ചക്കരേന്ന് വിളിക്കാറുണ്ട്, സ്നേഹം കൂടുമ്പോ മുത്തേന്ന് വിളിക്കാറുണ്ട്. സത്യത്തിൽ അത് അലങ്കാര വാക്കുകളാ, അല്ലെ? പക്ഷെ കർത്താവ് നമ്മെ അലങ്കാര വാക്ക് വിളിക്കാറില്ല. കർത്താവ് നമ്മെ വിളിക്കുന്നത് ഉത്തരവാദിത്വമുള്ള പേരാണ്. കേൾക്കുന്നുണ്ടോ? കർത്താവ് നമ്മെ ഒരിക്കൽ പോലും ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളെ വിളിക്കുകയല്ല. കർത്താവ് നമ്മെ വിളിക്കുന്നത് ആ ഉത്തരവാദിത്വമുള്ള. ഉദാഹരണത്തിന് കർത്താവ് നമ്മളോട് പറയുക, നിങ്ങൾ ലോകത്തിന്റെ പത്രമാണ്. കേട്ടെ, നിങ്ങൾ ലോകത്തിന്റെ പത്രമാണ്. കൊരിന്ത്യർ വാക്യം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ലോകത്തിന്റെ പത്രമാണ്. അതിന്റെ അർത്ഥം എന്നാ? കർത്താവ് പറഞ്ഞ നിങ്ങളുടെ ഉത്തരവാദിത്വം വലുതാ. ദ മെസ്സേജ് യു ആർ ഗിവിംഗ് ടു ദിസ് വേൾഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നാം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാ. ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, അവർ നമ്മെ വായിക്കുന്നു. നാം ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണെങ്കിൽ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താവണം?
കർത്താവ് പറഞ്ഞു, ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് വ്യക്തികൾ വായിച്ചറിയുന്നത് പോലെ ലോകത്തിൽ ദൈവത്തിന്റെ പത്രങ്ങളാണ് നിങ്ങൾ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ആശയമാണിത്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടെ. കർത്താവ് നമ്മെ വിളിച്ച പേരൊന്നും ഒരു അലങ്കാര പേരല്ല. നമ്മുടെ നാടൻപാട്ട് പറഞ്ഞാൽ ചക്കരവിളിയല്ല. കർത്താവ് നമ്മെ വിളിച്ച പേര് മുഴുവൻ ഉത്തരവാദിത്വങ്ങളുടെ പേരിലുണ്ടായതാ, അല്ലേ? കർത്താവ് നമ്മെ വിളിച്ച പേരൊക്കെ ഉത്തരവാദിത്വത്തിന് പേരിലുണ്ടായതാ. നമുക്ക് കിട്ടിയ എല്ലാ പേരിനും ദൈവം ചില റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ പുറകെ തന്നിട്ടുണ്ട്. അപ്പം ഈ പ്രിയർ എന്ന വാക്കിന് എന്താണ് അർത്ഥം? ഒന്ന്, ബിലവഡ് എന്ന വാക്ക് അംഗീകരണത്തിൻ്റെതാണ്. The word beloved refer to acceptance, അംഗീകരണത്തിൻ്റെതാണ്. കേൾക്കുന്നുണ്ടോ? അംഗീകരണത്തിന്റെ വാക്കാണ് പ്രിയർ എന്ന വാക്ക്. മാത്യു chapter 3 verse 17. മാത്യു 3:17. ഇത് യേശുവിന്റെ സ്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുന്നൊരു വാക്കാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ വാക്ക് കണ്ടോ? ഈ വാക്ക് എന്താണ്? അംഗീകരണത്തിൻ്റെത്, അപ്രൂവലാണ്, ആക്സെപ്റ്റൻസ് ആണ്. അപ്പൊ യേശുവിനെ ജനം എല്ലാം അഡ്രസ് ചെയ്ത് വേറൊരു നിലയിലാണ്. ചിലര് പറഞ്ഞു യേശു മറിയയുടെ മകൻ, ചിലര് പറഞ്ഞു യേശു ഒരു തച്ചൻ, ഹീസ് എ കാർപ്പന്റർ. ചിലര് പറഞ്ഞു ഹീസ് എ പ്രോബ്ലം മേക്കർ. ചിലര് പറഞ്ഞു അവൻ ഒരു അത്ഭുത വരപ്രാപ്തന, ഹീസ് പെർഫോമിംഗ് മിറക്കിൾസ്, അല്ലെ? വണ്ടർ വർക്കർ, ഹീസ് എ ഗ്രേറ്റ് പ്രീച്ചർ. പക്ഷേ ലോകത്ത് വെച്ച് യേശുവിനെ പലരും അങ്ങനെ പറഞ്ഞപ്പോൾ യേശുവിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകരണം ഇതാണ്: നിങ്ങൾ ചിന്തിക്കുന്നവനല്ല അവൻ, ഹീസ് മൈ ബിലവഡ് സൺ, അവൻ എൻ്റെ പ്രിയ മകനാണ്. കണ്ടോ ആ പ്രിയ എന്ന വാക്ക്? കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അംഗീകരണത്തിന്റെ വാക്കാ. സ്തോത്രം. പലരും നമ്മെ വിളിക്കുന്ന പല പേരുകൾ കാണും. നമ്മുടെ ഇടപാടുകളുടെ ബന്ധത്തിൽ നമ്മൾ ആവർത്തിക്കുന്ന വാക്കുകൾ വെച്ച്, നമ്മുടെ ജോലി സംബന്ധിച്ച് ഒക്കെ പല പേരുകൾ നമ്മളെ വിളിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഓർത്തേ, കർത്താവിനെ വിളിക്കുന്ന പേരിന്റെ അർത്ഥം കർത്താവിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്, അല്ലേ? കർത്താവിന് ഞാൻ ബിലവഡാണെങ്കിൽ ഞാൻ പിന്നെന്തിനാ മറ്റുള്ള മുമ്പില് എനിക്ക് വിലയുണ്ടോ വിലയില്ലയോ എന്ന് നോക്കുന്നത്? കർത്താവിനെ വിലയുള്ളവനായി കണ്ടെങ്കിൽ ഞാൻ മാന്യനാണ്, ഞാൻ വിലയുള്ളവനാണ്, കേട്ടോ? അതുകൊണ്ട് ആളുകളുടെ അഭിപ്രായത്തെക്കാൾ വലുതല്ലേ ദൈവത്തിന്റെ അംഗീകരണം? കർത്താവ് നമ്മെ അംഗീകരിച്ചു എന്നിട്ട് പറയുക, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. രണ്ടാമത്തെ മീനിങ്, ബിലവഡ് എന്ന വാക്ക് ഉത്തരവാദിത്വത്തിൻ്റെതാണ്. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വത്തിന്റെ വാക്കാണ് ബിലവഡ്. ഈ വാക്യം ഒന്ന് വായിക്കണം. Ephesians chapter 5 verses 1 and 2. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ച്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ മതി. ഇത് ഒരു ഉത്തരവാദിത്വത്തിൻ്റെതാണ്, റെസ്പോൺസിബിലിറ്റിയുടേതാ, അല്ലെ? ആസ് എ ബിലവഡ് ചിൽഡ്രൻ, അല്ലെ? പ്രിയ മക്കൾ എന്ന പോലെ കർത്താവിനെ അനുകരിപ്പീൻ. സ്തോത്രം. അപ്പം കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ബിലവഡ് എന്ന വാക്ക് അംഗീകരണത്തിൻ്റെതാണ്. 2, ബിലവഡ് എന്ന വാക്ക് ഉത്തരവാദിത്വത്തിൻ്റെതാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവുന്ന ഇരിക്കുന്നു, കേട്ടെ? പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടി. നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ഉത്തരവാദിത്വങ്ങളും, നമ്മൾ രണ്ടിനെ മനസ്സിലാക്കി ജീവിക്കണം. നമുക്ക് ഈ ഭൂമിയിൽ അവകാശങ്ങൾ മാത്രമല്ല ഉള്ളത്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്.
നാം ദൈവത്തിന് പ്രിയരാണ് എന്നത്, നാം ദൈവത്തിന്റെ മക്കളാണ് എന്നത് നമുക്കൊരു അവകാശമാകാം. പക്ഷേ ഈ ഭൂമിയിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല എന്നതിന്റെ കാരണം സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ ഉത്തരവാദിത്വമുള്ള ജീവിതം നയിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. പ്രത്യേകിച്ച് എഫേസ്യത്തിൽ പലരെയും പൗലോസ് പറയുക, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ ദൈവം നമ്മൾ വിളിച്ച തോന്നിയ പോലെ ജീവിക്കാനല്ല, പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ പിൻപറ്റാൻ. സഹോദരങ്ങളെ, ഇന്ന് കാണുന്ന സിസ്റ്റവും ഇന്ന് കാണുന്ന സൊസൈറ്റിയും ഒക്കെ എവിടെയെങ്കിലും പലതിലും മാറിപ്പോയെന്ന് വരാം. പക്ഷേ ഓർത്തോണം, നമ്മെ സൊസൈറ്റി ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല കർത്താവ് വിളിച്ചത്, കർത്താവ് കാണിച്ചതുപോലെ ജീവിക്കാൻ. അതാണ് ക്രിസ്ത്യൻ ലൈഫിന്റെ ഫണ്ടമെന്റലിസം. കേൾക്കുന്നുണ്ടോ? എന്റെ ഒപ്പം നിങ്ങൾ വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബിലവഡ് എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞു, അത് അംഗീകരണത്തിൻ്റെതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, അത് ഉത്തരവാദിത്വത്തിൻ്റെതാണ്. ബിലവഡ് എന്ന വാക്ക് അംഗീകരണത്തിൻ്റെതാണ്, അഥവാ അക്സെപ്റ്റൻസിൻ്റെതാണ്. ബിലവഡ് എന്ന വാക്ക് റെസ്പോൺസിബിലിറ്റിയുടേതാണ്, ഉത്തരവാദിത്വത്തിൻ്റെതാണ്. അതാണ് എഫേസ്യർ 5:1-2 എന്ന വാക്കിൽ നാം മനസ്സിലാക്കിയത്. 3, ബിലവഡ് എന്ന വാക്ക് സ്പെഷ്യൽ അംഗീകരണത്തിന്റെയും പരിഗണനയുടേതുമാണ്. ബിലവഡ് എന്ന വാക്ക് പ്രത്യേക പരിഗണനയുടെയും അംഗീകരണത്തിൻ്റെതുമാണ്. പഴയ നിയമത്തിൽ ബെഞ്ചമിൻ ട്രൈബിനെ, ബെന്യാമീൻ ഗോത്രത്തെ ദൈവം വിളിച്ചത് ബിലവഡ് ട്രൈബ് എന്ന്. കേട്ടോ, ഏറ്റവും ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു ഗോത്രമെന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ട്രൈബിനെ, ബെന്യാമിൻ ഗോത്രത്തെ. നിങ്ങൾക്കറിയാവോ, ആ ഗോത്രത്തിൽ നിന്നാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് വന്നത്. ചെറിയവനായിരുന്നു അവൻ, പക്ഷെ കർത്താവ് പറഞ്ഞ അവൻ എനിക്ക് പ്രിയനാണ്. കേട്ടോ, മറ്റ് ഗോത്രങ്ങളെ അപേക്ഷിച്ച്, മറ്റ് ട്രൈബ്സിനെ അപേക്ഷിച്ച് ബെഞ്ചമിന്റെ ട്രൈബ് ചെറുതായിരുന്നു. അവരെ പലയിടത്തും മറ്റുള്ളവർ താഴ്ത്തി നിർത്തിയതാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ആരെല്ലാം മാറ്റി നിർത്തിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഐഡന്റിറ്റി ഉണ്ടല്ലോ, അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, ഒരു ചെറിയ പേഴ്സണൽ മെസ്സേജ് കൂടെ. നിങ്ങൾ പലതിൻ്റെ മുമ്പിൽ ചെറിയവരാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞേക്കാം, അത് സമൂഹത്തിന്റെ പാഠ. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ദൈവം നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയില്ല. ഇസ്രായേലിൽ ജനം പരക്കെ പറഞ്ഞു, ബെഞ്ചമിൻ ദ സ്മോൾ, ചെറിയവനായ ബെഞ്ചമിൻ. പക്ഷെ ദൈവം അവരെ ബഹുമാനിച്ചത്, ഇസ്രായേലിൽ ആദ്യത്തെ ഒരു രാജാവ് വേണ്ടി വന്നപ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നത് ആ ചെറിയ ട്രൈബിൽ നിന്നായിരുന്നു. കേട്ടോ, ദൈവം ഒരാൾക്ക് നൽകുന്ന വില സമൂഹം നൽകുന്നത് പോലെ അല്ല. സ്തോത്രം. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ് ആദ്യത്തെ രാജാവ് പുറപ്പെട്ടത്. പക്ഷെ ജനം പറഞ്ഞു, അവര് ചെറുതാ, പരിഗണിക്കപ്പെടേണ്ടവരല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 12 ട്രൈബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തലയെടുപ്പുള്ള ട്രൈബ് എന്ന് പറയുന്നത് യഹൂദയാണ്. പക്ഷെ അവർക്ക് കിട്ടാത്തൊരു പ്രിവിലേജ് ദൈവം ഈ ബെഞ്ചമിൻ ദ സ്മോൾ, ചെറിയവനായ ബെഞ്ചമിന് ദൈവം കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ലിസ്റ്റിൽ നിങ്ങൾ ചെറിയവരല്ലെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെന്തിനാ പലതിനെയും കുറിച്ച് വ്യാകുലപ്പെടുന്നേ? പരിഗണിക്കേണ്ട സമയത്ത് ദൈവം നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയില്ല. നിങ്ങൾ ചെറുതാണെന്ന് ആരൊക്കെ പറഞ്ഞാലും ദൈവത്തിന് നിങ്ങളെ എത്തിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ, നിങ്ങളെ ആര് ചെറിയവരാക്കാൻ നോക്കിയാലും, ആര് ചെറുതായി പരിഗണിച്ചാലും അതിനെ ഓർത്ത് വ്യാകുലപ്പെടണ്ട. കർത്താവ് നമ്മോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ചെറിയവരാണെന്ന് തോന്നിയാലും എന്റെ പരിഗണനയിൽ നിങ്ങൾ വലിയവരാ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ വാക്ക് ഇവിടെ നിർത്തുകയാണ്. ബിലവഡ് എന്ന വാക്കിന്റെ 3 അർത്ഥം. 1 അംഗീകരണത്തിൻ്റെതാണ്, 2 ഉത്തരവാദിത്വത്തിൻ്റെതാണ്,
3, അത് പ്രത്യേക പരിഗണനയുടെയും അംഗീകരണത്തിൻ്റെതുമാണ്. ബെഞ്ചമിൻ ട്രൈബിനെ പോലെ, അല്ലേ? ഞാൻ കർത്താവിന് പ്രിയരാണ്. ഒന്ന് അഭിമാനത്തോടെ പറഞ്ഞ്, ഞാൻ കർത്താവിന് വേണ്ടപ്പെട്ടയാളാ, ഞാൻ കർത്താവിന് പ്രിയനായ ഒരു മകനാ, ഞാൻ കർത്താവിന് പ്രിയയായ ഒരു മകളാ. അതുപോലെ ശ്രേഷ്ഠമായ ഒരു പദവി ഈ ഭൂമിയിൽ കർത്താവ് എനിക്ക് തന്നിട്ടില്ല. നമ്മൾ ആരെ എന്ന ചോദ്യത്തിന് വായനക്കാരോട് പറയുക, നിങ്ങൾ ചിതറിപ്പാർക്കുന്നവരാകാം, നിങ്ങൾ പീഡ അനുഭവിക്കുന്നവരാകാം, സമൂഹത്തിന് മുമ്പിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ദൈവത്തിന് മുമ്പിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ക്ലിയർ ആണ്. നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ടവരാ, അല്ലെ? കർത്താവിന് നമ്മെ വേണം, കർത്താവിന് നമ്മെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മുടെ തല താഴ്ത്തേണ്ട, അഭിമാനത്തോടെ പറയൂ, ഞാൻ ദൈവവൈതലാണ്, പോരാ, ഞാൻ കർത്താവിന് പ്രിയപ്പെട്ടയാളാ. രണ്ടാമത്തെ ചിന്ത പൗലോസ് നൽകുന്നത് അതേ അധ്യായത്തിലെ റോമാലേഖനം 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്ക്, നിങ്ങൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. യു ആർ കോൾഡ് സെയിന്റ്സ്. നിങ്ങൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. നോക്കിക്കേ, ആ വാക്യങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. 1:3, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. സ്തോത്രം. കർത്താവ് നമ്മെ വിളിച്ചു. പൗലോസ് വിളിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് പൗലോസ് നമ്മളോട് പറയുക, നിങ്ങൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാ. ഈ വിളി എന്ന വാക്കിനെ ചെറുതായി കാണണ്ട. ഒരു ചെറിയ ഭാഗത്തേക്കൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ഈ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു വീട് സമർപ്പിക്കുമ്പോഴും, സാധാരണ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിനോടൊക്കെ പ്രാർത്ഥിക്കുമ്പം നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ നിന്ന് ആവർത്തന പുസ്തകം 28, അല്ലേ? കാരണം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന്റെ നീണ്ടൊരു ലിസ്റ്റാണ്. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആട്, ഡെയിലി ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ബ്രെഡ്, മാവ് കുഴയ്ക്കുന്ന തൊട്ടി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ, അത് ബ്രെഡിന്റെ കാര്യമാണ്, അപ്പത്തിന്റെ കാര്യമാണ്. കൃഷിയുടെ മേഖല, അല്ലെ? ആരോഗ്യത്തിന്റെ മേഖല, ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, അല്ലേ? പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അനുഗ്രഹത്തിന്റെ ഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അതല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അനുഗ്രഹത്തിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. കേട്ടെ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒരു മെറ്റീരിയൽ വേൾഡിന്റെ ഭൗതിക വ്യവസ്ഥതയുടേതായിരുന്നത് കൊണ്ട് അവരുടെ അനുഗ്രഹം എന്നൊക്കെ അവർ ഉദ്ദേശിച്ചത് തൊട്ടിയും പോക്കറ്റും കാശും മൃഗവും പുറത്തും അകത്തും ഗർഭവും മക്കളും ഒക്കെ ആയിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പം അനുഗ്രഹത്തിന്റെ നില മാറി. ഭൂമിയിൽ നിന്നെടുക്കുന്ന അനുഗ്രഹങ്ങളല്ല പുതിയ നിയമ അനുഗ്രഹങ്ങൾ, അത് സ്വർഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാ. സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം. എന്താണ് ആത്മീക അനുഗ്രഹങ്ങൾ? അവിടെ പറയുക, നിങ്ങളെ മുന്നറിഞ്ഞു, നിങ്ങളെ വിളിച്ചു, അല്ലെ? നിങ്ങളെ ദത്തെടുത്തു, നിങ്ങൾക്ക് അവകാശം തന്നു, നിങ്ങൾ ആത്മാവിൽ മുദ്രയിട്ടു. കണ്ട ഭാഗങ്ങൾ എഫേസ്യ 1-ാം അധ്യായത്തിന്റെ 3 തൊട്ടുള്ള വാക്യങ്ങൾ. ഇതൊന്നും ഭൂമിയിൽ നിന്ന് എടുത്തതല്ല, ഇതെല്ലാം ഉയരത്തിന്ന് കിട്ടിയ നന്മകളാണ്. ഈ നന്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ കർത്താവിനെ വിളിച്ചു എന്നുള്ളതാണ്. കർത്താവിനെ വിളിച്ചെന്ന് മാത്രമല്ല, കർത്താവിനെ വിശുദ്ധനാക്കി. സ്തോത്രം. എത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കി. കർത്താവിനെ വിളിച്ചു, കർത്താവിനെ വിശുദ്ധനാക്കി. ഇത് വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണാതിരിക്കരുത്. അപ്പം ഇവിടെ ഒരു ഭാഗത്തേക്ക് പൗലോസ് വരുന്നത് നാം അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനോ പദ്ധതിക്കോ പലതിൽ നിന്നും പ്രത്യേകം മാറ്റി നിർത്തപ്പെട്ടവരാണ് നാം. ഒന്നുകൂടെ പറയാം, ഒരു പ്രത്യേക ദൗത്യത്തിനോ ഫോർ എ സ്പെഷ്യൽ മിഷൻ, പ്രത്യേക ദൗത്യത്തിനോ പ്രത്യേക പദ്ധതിക്കോ
പ്രത്യേക പദ്ധതിക്കോ, ഫോർ എ സ്പെഷ്യൽ പ്ലാൻ, പലതിൽ നിന്നും പലരിൽ നിന്നും പ്രത്യേകം പരിഗണിക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവർ. കർത്താവ് നമ്മെ എന്ത് ചെയ്തു? ചില ദൗത്യത്തിന് വേണ്ടി, ചില പ്ലാനിന് വേണ്ടി കർത്താവ് നമ്മെ മാറ്റി നിർത്തി. സ്തോത്രം. അതുകൊണ്ട് വേദപുസ്തകം നമ്മളെ വിളിക്കുന്നത്, നമ്മൾ വിളിക്കപ്പെട്ടവരാ. ഈ വാക്കൂടെ ഒന്ന് ചേർത്ത് വെക്കണേ. പുറപ്പാട് പുസ്തകം 19:6, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 6, 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. അപ്പോൾ നമ്മൾ ആരാണ്? വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാ. വായിക്കണ്ട, ഞാൻ ആ ഭാഗം കുറച്ചുകൂടെ വേഗതയിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് തീരുമ്പോഴത്തേന് 3 ഭാഗങ്ങളെങ്കിലും എനിക്കൊന്ന് തീർക്കണമെന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. നോക്കിക്കേ, അവിടെ പറയുന്നതാണ്, നിങ്ങളെ കർത്താവ് വിളിച്ചതാ. എന്തിനാ വിളിച്ചത്? വിശുദ്ധരാകാൻ. നമുക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉള്ള ഒരു വാക്കാണ് വിശുദ്ധി എന്ന വാക്ക്. സ്തോത്രം. എന്താണ് സത്യത്തിൽ ഈ വാക്ക് കൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ഭാഷ അർത്ഥമാക്കുന്നത്? സഹോദരങ്ങളെ, ജീവിച്ച് വിശുദ്ധൻ എന്ന വിളി കേൾക്കാൻ നമുക്ക് പറ്റുകയില്ല കേട്ടോ. ജീവിച്ച് വിശുദ്ധി തെളിയിക്കാൻ നമുക്ക് പറ്റുകയില്ല. പക്ഷേ വിശുദ്ധൻ എന്ന പേര് കർത്താവ് നമ്മെ വിളിച്ചതാ കേട്ടോ. ഇത് സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ കർത്താവ് നമ്മെ വിളിച്ച പേരാ വിശുദ്ധൻ എന്ന പേര്. സത്യത്തിൽ അതിന്റെ അർത്ഥം മാറ്റി നിർത്തിയവൻ എന്ന, കർത്താവിന് വേണ്ടി മാറ്റി നിർത്തിയവൻ, ഹാഗിയോസ്, സെറ്റ് അപ്പാർട്ട് ചെയ്തവൻ, കർത്താവിന് വേണ്ടി മാറ്റി നിർത്തിയവൻ അല്ലേ. കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചു, കർത്താവ് നമ്മെ വിശുദ്ധരായി പരിഗണിച്ചു എന്നതിന്റെ അർത്ഥം ജീവിതം കൂടി ഞാൻ തെളിയിച്ചതല്ല, എന്റെ കർത്താവ് എന്നെ മാറ്റി നിർത്തി. പലതിൽ നിന്നും പലരിൽ നിന്നും പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, പ്രത്യേക പ്ലാനോടുകൂടെ കർത്താവ് മാറ്റി നിർത്തി. നമുക്ക് നമ്മുടെ ഈ വിശുദ്ധി എന്ന വാക്കിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കാം. എന്താണ് വേദപുസ്തകം പറയുന്ന വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം? ഒന്ന്, ഇറ്റ് ഈസ് അവർ പൊസിഷൻ. നമുക്ക് ദൈവം മുമ്പാകെയുള്ള സ്ഥാനമാണിത്. ദൈവം നമുക്കൊന്നൊരു സ്ഥാനമാണ് വിശുദ്ധൻ എന്ന പേര്. ഇറ്റ് ഈസ് എ പൊസിഷൻ. ദൈവം മുമ്പാകെ നമുക്കുള്ളൊരു സ്ഥാനം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആരും ജീവിച്ച് തെളിയിച്ച് ഞാൻ വിശുദ്ധനാണ് എന്ന് തെളിയിച്ചിട്ട് വാങ്ങിയൊരു പേരൊന്നുമല്ല. നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഒരു പ്രധാനപ്പെട്ട നന്മ എന്ന് പറയുന്നത് കർത്താവിന്റെ മുമ്പാകെ നമുക്കുള്ള സ്ഥാനമാണ്. ഫിലിപ്പ് ലേഖനം, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 1, ഫിലിപ്പിയൻ 1-ാം വാക്യം ഒന്ന് വായിച്ചു കേട്ടെ. ആരെങ്കിലും ഒന്ന് വായിക്കണേ. ഫിലിപ്പിയർ 1:1. ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും. അതിന്റെ അർത്ഥം എന്നാ? ഇത് ദൈവം നമുക്ക് തന്നൊരു സ്ഥാനമാണ്. നമ്മൾ കർത്താവ് വന്നു കഴിഞ്ഞപ്പം, കർത്താവിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞപ്പം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നപ്പം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടിയ ഒരു പേരാ വിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ഇത് ദൈവത്തിന്റെ മുമ്പാകെ എനിക്കുള്ള ഒരു സ്ഥാനമാണ് ഞാൻ വിശുദ്ധൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ഞാൻ കർത്താവിൽ നിന്നു. ക്രിസ്തേശുവിലുള്ള വിശുദ്ധന്മാർ എന്ന വാക്കിന്റെ അർത്ഥം നാം കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൊസിഷനലി സ്ഥാനീയമായി കർത്താവ് നമ്മെ കണ്ടിട്ട് പറയുക, കർത്താവിനൊപ്പമുള്ള നിന്നെയും കൂടെ എനിക്ക് വിശുദ്ധൻ എന്ന് വിളിക്കണം. 1 കൊരിന്ത്യർ 1:30 കൂടെ നോട്ട് ചെയ്തോളൂ. ഫിലിപ്പിയർ 1:1, 1 കൊരിന്ത്യർ 1:30. ദൈവത്തിന്റെ മുമ്പാകെ നമുക്കുള്ള സ്ഥാനമാണ് വിശുദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം.
ഒന്നാമത്തെ അർത്ഥം അല്ലേ? നമ്മൾ കർത്താവിലേക്ക് വന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയണം, ഈ ഭൂമിയിൽ നമ്മളൊരു ചർച്ചിൽ പോകുന്നുണ്ടോ എന്നതിനേക്കാളും പിശാചിന് പ്രശ്നം നാം കർത്താവിൽ നിലനിൽക്കുന്നോ എന്നുള്ളതാണ്. കർത്താവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പാപം ചെയ്താലും ചർച്ച് മെമ്പർഷിപ്പിനെ ബാധിക്കുകയില്ല. തിന്മ ചെയ്താലും ചർച്ച് മെമ്പർഷിപ്പ് നമുക്ക് കളയാതെ സൂക്ഷിക്കാം മിടുക്കുണ്ടെങ്കിൽ. പക്ഷേ ഒരു പാപിയായ മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവുമായുള്ള ബന്ധമാണ്. ബന്ധത്തിന്റെ നഷ്ടമാണ് നമ്മുടെ നഷ്ടമെന്നറിയാൻ നമുക്ക് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, എൻ്റെ ജീവിതത്തെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തിന്റെ നഷ്ടമാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ എനിക്കൊരിക്കൽ പോലും പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഏത് പാപവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തെയാണ് കേട്ടോ. എന്തു വന്നാലും കർത്താവിൽ നിലകൊള്ളാൻ, കർത്താവിൽ ഉറച്ചു നിൽക്കാൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇടവരണം. ഇത് കർത്താവ് നമുക്ക് തന്ന ഒരു സ്ഥാനമാണ്. 2, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കായി മാറ്റി നിർത്തിയവർ. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കായി മാറ്റി നിർത്തിയവർ. നാം ആരാണ് എന്ന ചോദ്യത്തിന് കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ 14-ലും 15-ലും പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കള മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിൽക്കേണ്ടതിന് ദൈവം എന്നെ വിളിച്ചപ്പോൾ എന്നെ നിർത്തിയ ഇടത്ത് ദൈവം എന്നെ വിളിച്ചൊരു പേരാണ് വിശുദ്ധൻ. നീ എൻ്റെ വകയാണ്, അവരിൽ ഒരാളാവരുത്. എന്നിട്ട് കർത്താവ് എന്നോട് പറയുന്നു, അവരുടെ ഇടയിൽ നീ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്ത് ജ്യോതിസിനെ പോലെ പ്രകാശിക്കണം. കാരണം ഈ എഴുത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് നാം വായിച്ചു തുടങ്ങിയതാ, നിങ്ങൾ ക്രിസ്തുവിൽ വിശുദ്ധരാണ്. അങ്ങനെയുള്ളവരോട് പറയുകയാണ്, ഈ ലോകത്തിൽ ദൈവം നിങ്ങളെ വിളിച്ചത് ഈ ലോകത്തിന്റെ ഒരാളെ പോലെ ജീവിക്കാനല്ല. കർത്താവ് നമ്മെ വിളിച്ചത് അനന്യരായി നിൽക്കാൻ, പരമാർത്ഥികളായി നിൽക്കാൻ, ദൈവത്തിന്റെ പ്രിയ മക്കളായി വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ, പലപ്പോഴും പവ്വാട്ടടായ സമൂഹത്തിൽ, പലപ്പോഴും പാപം നിറഞ്ഞ സമൂഹത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വകയായി മാറി നിൽക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഈ മാറി നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു പേരാണ് വിശുദ്ധൻ എന്ന പേര്. ഞാൻ പറഞ്ഞു, 1, ഇത് ദൈവവും മുമ്പാകെ നമുക്കുള്ള സ്ഥാനമാണ്. 2, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കായി മാറ്റി നിർത്തിയവർക്ക് ദൈവം കൊടുക്കുന്ന പേരാണ് വിശുദ്ധൻ എന്ന പേര്. സഹോദരങ്ങളെ, നമ്മൾക്ക് പലപ്പോഴും ഓർക്കാറുള്ള ഒരു ചിന്ത, ഈ വിശുദ്ധി എന്ന വാക്ക് സഭയുടേതാണെന്ന്. അല്ല, ഇത് നമ്മുടേതാണ് കേട്ടോ. ഒരു എക്സ്റ്റേണൽ ഹോളിനെസ് അല്ല ബിബ്ലിക്കൽ ഹോളിനെസ്, ഇന്റേണൽ ഹോളിനെസ്. ആന്തരികമായ വിശുദ്ധിയാണ് വേദപുസ്തകത്തിന്റെ വിശുദ്ധി. ഒരു വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ, ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ടോ, ലോകത്തിൽ മറ്റുള്ള മുമ്പിൽ ഒരു കറുത്ത പുസ്തകം പിടിച്ചത് കൊണ്ടോ ഒന്നും നാം വിശുദ്ധരാവില്ല. നാം വിശുദ്ധരാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിനെ നിർത്തിയെടുത്ത് നിൽക്കാൻ എനിക്ക് കഴിയണം. മാറി നിൽക്കണം, വേർപെട്ട് നിൽക്കണം. കർത്താവ് നിർത്തിയത് എവിടെയോ അവിടെ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇതാണ് വിശുദ്ധിയുടെ വലിയ ഉപമകളിലോ ബന്ധങ്ങളിലോ 2-ാമത്തേത് ഞാൻ പറഞ്ഞത്. 1, ഞാൻ പറഞ്ഞ ദൈവവും ഭാഗം നമുക്കുള്ള സ്ഥാനമാണ്. 2, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കായി മാറ്റി നിർത്തിയവരാണ് വിശുദ്ധന്മാർ. 3, ദൈവത്തിന്റെ പ്രകൃതമുള്ളവർ, ഗോഡ്ലി നേച്ചർ, ദൈവത്തിന്റെ പ്രകൃതമുള്ളവർ.
Romans chapter 16 verse 2. Romans chapter 16 verse 2. റോമർ 16:2. മറ്റു റെഫറൻസ് എഫേസ്യർ 4:12. മറ്റു റെഫറൻസ് എഫേസ്യർ 5:3. മറ്റു റെഫറൻസ് 1 Peter chapter 1:14 and 15. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവത്തിന്റെ പ്രകൃതമുള്ളവർ. റോമർ 16:2. എഫേസ്യർ 4:12. എഫേസ്യർ 5:3. 1 പത്രോസ് 1:14-15 വാക്യങ്ങൾ. ദൈവത്തിന്റെ പ്രകൃതമുള്ളവർ. കേട്ടെ, വേദപുസ്തകത്തിന് ഏതു കാലത്തും പറയാനുള്ള ശബ്ദമുണ്ടെങ്കിൽ കർത്താവ് പറയുക, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ. വേദപുസ്തകത്തിന് നമ്മോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിലൊന്ന്, എന്റെ പ്രകൃതം അത് നിങ്ങളിൽ ഉണ്ടാവണം. സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത കൂടെ നിങ്ങളുടെ അകത്തേക്കൊന്ന് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നേച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഓംനി ചേർത്ത പറയുന്നു. ഓംനി അല്ലെ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി അല്ലെ? ഓംനി പൊട്ടൻ, ഓംനീഷ്യൻസ്, ഓംനി പ്രസൻസ്, എല്ലായിടത്തും എത്താൻ കഴിയുന്നവൻ, എല്ലാം അറിയുന്നവൻ അല്ലെ? എല്ലാം ചെയ്യാൻ പറ്റുന്നവൻ, എല്ലായിടത്തുമുള്ളവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം ചെയ്യാൻ പറ്റുന്നവൻ. ഇത് ദൈവത്തിന്റെ അത് മാത്രമാണ്. പക്ഷേ ദൈവത്തിന് മോറൽ ക്വാളിറ്റീസ് ഉണ്ട്, മോറൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആ മോറൽ ആട്രിബ്യൂട്ട്സിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ഷെയറിംഗ് ആട്രിബ്യൂട്ട്. ദൈവത്തിന്റെ പങ്കുവയ്ക്കപ്പെടാൻ കഴിയുന്ന സ്വഭാവം. ദൈവത്തിന്റെ 3 അടിസ്ഥാന യോഗ്യതകളായ സർവശക്തിമോ, സർവവ്യാപിത്വമോ, സർവജ്ഞാനിത്വമോ എനിക്കോ നിങ്ങൾക്കോ ഭൂമി കിട്ടുകയില്ല. പക്ഷെ കർത്താവ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മോറൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. സോ ലവ് ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. 2, ഐ ആം ഹോളി, ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുക അല്ലെ? ഞാൻ ക്ഷമിക്കുന്നവനാണ്, therefore forgive each other. നിങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നവരാകണം. സഹോദരങ്ങളെ, നമുക്ക് പലപ്പോഴും ഒരു ചോദ്യം ഉണ്ടാകാം, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? ഇല്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ഉള്ളുകൊണ്ട് കൊതിക്കണം, കർത്താവേ, എനിക്ക് അങ്ങയുടെ മനോഭാവത്തിലേക്ക് വരാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. കണ്ടോ, പലപ്പോഴും രക്ഷിക്കപ്പെട്ടതോടുകൂടെ പലരും ക്രിസ്ത്യ ജീവിതം തീർന്നെന്നാ പറയുന്നത്. ഇല്ല, അതൊരു തുടക്കം മാത്രമാണ്. രക്ഷിക്കപ്പെട്ടത് ആത്മാവിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സ്നാനപ്പെട്ടത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചത് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാ. കേട്ടോ, ആത്മാവിനെ തന്നത് വിശുദ്ധ ജീവിതത്തിന്റെ തെളിവല്ല. രക്ഷിക്കപ്പെട്ടത് വിശുദ്ധ ജീവിതത്തിന്റെ തെളിവല്ല, സ്നാനപ്പെട്ടത് വിശുദ്ധ ജീവിതത്തിന്റെ തെളിവല്ല. പക്ഷെ ഇത് വിശുദ്ധ ജീവിതത്തിന്റെ തുടക്കമാണ്. പിന്നീട് നാം ചെയ്യേണ്ടത്, കർത്താവോട് പറയും, കർത്താവേ, അങ്ങയുടെ സ്വഭാവം എന്നിലേക്കൊന്ന് വരുത്തുമാറാകണമേ. വേണ്ടേ? യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കർത്താവ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയുണ്ട്, നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ നൽകുന്ന ഉപദേശങ്ങളെല്ലാം നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ എങ്ങനെ ആവണമെന്നാ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായി മാറുവിൻ. നമുക്ക് ആ വാക്യത്തെ ഒന്ന് ശ്രദ്ധിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുന്നു. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു വാക്ക്. 5-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം, ചാപ്റ്റർ 5 verse 48 ഞാൻ വായിക്കുന്നു. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണരാകുവീൻ, ഗുണവിശേഷതയുള്ളവരാകുവീൻ, ദൈവിക പ്രകൃതത്തോടെ ഏകീഭവിപ്പാൻ മനസ്സ് കാണിക്കുവീൻ. കേൾക്കണേ, വിശുദ്ധി എന്നത് ദൈവത്തിന്റെ പ്രകൃതമുള്ളവർക്ക് നൽകുന്ന ഒരു പേരാ അല്ലെ? കർത്താവ് എപ്പോഴും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരണം എന്നുള്ളതാ അല്ലേ? നോക്കിക്കേ, മറ്റൊന്നും വേണ്ട. നമ്മൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് താഴ്മയില്ലാത്ത ഹൃദയമാണ് അല്ലേ?
പക്ഷെ ഫിലിപ്പർ 2-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതി, ക്രിസ്തുവിലുള്ള സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. സ്തോത്രം. അല്ലേ? നമ്മിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ പ്രകൃതമുള്ളവരായി ജീവിക്കണമെന്ന. ഞാൻ പറഞ്ഞു, ഹോളിനെസിന്റെ 1-ാമത്തെ കാര്യം ഇത് നമുക്കുള്ള സ്ഥാനമാണ്. 2, ഇത് ദൈവത്തിന്റെ പ്രത്യേകമായി പദ്ധതിക്കായി മാറ്റി നിർത്തിയവർക്കുള്ളതാണ്. 3, ദൈവത്തിന്റെ പ്രകൃതമുള്ളവർക്കാണ് ദൈവം വിശുദ്ധൻ എന്ന പേര് നൽകുന്നത്. നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ. തുടങ്ങിയത് ശൂന്യതയിൽ നിന്ന, തുടങ്ങിയത് സീറോയിൽ നിന്ന. പക്ഷേ തുടങ്ങിയാൽ പോരാ, മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആ ദൈവികമായ സ്വഭാവം, ആ പ്യൂരിറ്റി, വ്യക്തത, വെളിച്ചത്തിലുള്ള ജീവിതം നമുക്ക് എപ്പോഴും ഉണ്ടാകാനിട വരട്ടെ. 2 വ്യക്തിത്വങ്ങളിൽ നിന്ന് തുടങ്ങി ഒറ്റ വ്യക്തിത്വങ്ങളിലേക്കുള്ള മാറ്റമാണ് നമ്മുടെ വീണ്ടും ജനനമെങ്കിൽ 2 മുഖങ്ങളിൽ നിന്ന് ഒറ്റ മുഖത്തിലേക്കുള്ള മാറ്റം. വാക്കും ഹൃദയവും 2ആയി മാറുന്നതിന് പകരം വാക്കും ഹൃദയവും ഒന്നായി തീരുന്ന സ്ഥിതി, അല്ലെ? നമ്മുടെ ചിന്തയും നിരൂപണങ്ങളും 2ആയി പോകുന്നതിന് പകരം ചിന്തയും നിരൂപണങ്ങളും ഒന്നായി മാറുന്ന സ്ഥിതി. അതിനുവേണ്ടിയല്ലേ കർത്താവ് നമ്മെ വിളിച്ചത്? അത് നമുക്ക് പറയാം, വിശുദ്ധൻ എന്ന വാക്ക് എന്റെ ജീവിതത്തിൽ ദൈവം തന്ന സ്ഥാനമാണ്. ദൈവം പ്രത്യേകമായ ദൗത്യത്തിന് വേർതിരിച്ചതിന് ലക്ഷണമാണ്. പോരാ, ഇത് ദൈവത്തിന്റെ പ്രകൃതമുള്ള ഒരാൾക്ക് ദൈവം തരുന്ന ഒരു ഒന്നാണ് വിശുദ്ധൻ എന്ന വാക്ക്. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ചിന്തയില് കർത്താവ് നമ്മുടെ ഈ പാട്ടും പ്രാർത്ഥനയും മാത്രമാണെന്നാ ചിന്തിക്കുന്നത്. അല്ല, കർത്താവ് നമ്മുടെ വ്യക്തിത്വത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാളും കർത്താവ് എപ്പോഴും നോക്കുന്നത് നമ്മൾ ആരാണെന്ന്. കേട്ടോ? നമ്മൾ കൈകൊട്ടുണ്ടെന്നുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാളും കർത്താവ് നോക്കുന്നത് നിങ്ങൾ ആരാണെന്നുള്ളതാ. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് മത്തായി സുവിശേഷത്തിൽ പഠിക്കുമ്പം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുമ്പിൽ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രാർത്ഥന കേൾക്കുകയല്ലേ? അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദമല്ലേ കർത്താവ് കേൾക്കണ്ടേ? പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് എഴുതി, അല്ല, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്. ആ വാക്ക് ശ്രദ്ധിച്ചോ? നോട്ട് ഹിയറിങ്, കേൾക്കുകയല്ല, ബട്ട് സീയിങ്, കാണുന്നവനായ പിതാവ്. ശബ്ദം കേട്ടാ പോരെ കർത്താവെ അങ്ങേക്ക്? വേണ്ട, എനിക്ക് ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണം. അല്ലേ? അവിടെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, 1, ഇത് ദൈവം ഭാഗം നമുക്കുള്ള സ്ഥാനമാണ്. 2, ദൈവത്തിന്റെ പ്രത്യേക പദവിക്കായി മാറ്റി നിർത്തിയതാണ്. 3, ഇത് ദൈവത്തിന്റെ പ്രകൃതമുള്ളവർക്ക് നൽകുന്നതാണ്. ആമേൻ. വിശുദ്ധൻ എന്ന വാക്ക്. അപ്പൊ നമ്മളെ കർത്താവ് മാറ്റി നിർത്തിയേക്കുക കേട്ടോ. എന്തിനു വേണ്ടി? കർത്താവിന്റെ വകയായി കഴുകി ശുദ്ധീകരിച്ച് കർത്താവിന്റെ കൂടെ നിൽക്കാൻ. അപ്പൊ കേട്ടെ, ഹോളിനെസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാക്കാണ് സെപ്പറേഷൻ. വേർപെട്ടവർക്ക് മാത്രമേ വിശുദ്ധ ജീവിതത്തിൽ നയിക്കാൻ പറ്റുള്ളൂ. കേൾക്കണം, വേർപെട്ടവർക്ക് മാത്രമേ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റൂ. ഈ വേർപാടിന് വരയിടുന്നത് നമ്മളാവണം. കേട്ടോ? വേർപാടിന് വരയിടുന്നത് നമ്മളാവണം എന്നതിന്റെ അർത്ഥം ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കുക എന്നുള്ളതല്ല. കർത്താവ് ആഗ്രഹിക്കുന്നവർക്ക് നമുക്കൊരു വരയിട്ടിട്ട് പറയണം, ഇതെന്റെ ബൗണ്ടറിയാ, ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പ്രമാണം എന്നെ അനുവദിക്കുന്നില്ല. എല്ലാവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ വിശുദ്ധൻ എന്ന് വിളിക്കാൻ വേദപുസ്തകം താല്പര്യപ്പെടുന്നില്ല. മറിച്ച് മാറി നിൽക്കുന്ന ഒരു മനുഷ്യനെ വേദപുസ്തകം വിളിക്കുക, അവൻ വിശുദ്ധനാണ്. 2 ചിന്തകൾ പറഞ്ഞു. നാം ദൈവത്തിന് പ്രിയരാണ്, നാം ദൈവത്തിന് വിശുദ്ധനാണ്. 3-ാമത്തെ ഒരു ചിന്ത കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. 7-ാം വാക്യത്തിൽ പറയുന്നു, യു ആർ പാർട്ടേക്കേഴ്സ്, നിങ്ങൾ പങ്കാളികളാണ്. നിങ്ങൾ പങ്കാളികളാണ്. സ്തോത്രം. അതിൽ നിങ്ങളും ഉൾപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്ന വാക്ക് കണ്ടോ? മലയാളം ബൈബിളില് ചാപ്റ്റർ 1 verse 7, റോമൻസ് 1 verse 7, അത് നിങ്ങളും ഉൾപ്പെടുന്നു. അല്ലേ? യു ആർ ദ പാർട്ട് ഓഫ് ഗോസ്പൽ, യു ആർ ദ പാർട്ട് ഓഫ് മിഷൻ, യു ആർ ദ പാർട്ട് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് നിങ്ങൾ. കേൾക്കണം സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഈ ചിന്തയോട് ചേർത്തൊന്ന് പറയാം. കേൾക്കൂ. ദൈവത്തിന് കൂലിക്കാരെ വേണ്ട, ദൈവത്തിന് പങ്കാളികളെ വേണം. ആ വാക്കൊന്ന് എഴുതിയിടാവോ? ദൈവത്തിന് കൂലിക്കാരെ വേണ്ട,
ദൈവത്തിന് പങ്കാളികളെ മതി. എന്താ കൂലിക്കാരും പങ്കാളികളുമായിട്ടുള്ള പ്രത്യേകത? കേട്ടെ, എനിക്ക് 10 ഏക്കർ സ്ഥലമുണ്ടെന്നിരിക്കട്ടെ. എനിക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്. എൻ്റെ മകനും എൻ്റെ പറമ്പിൽ വന്ന് ജോലി ചെയ്യും. ഞാനൊരു ജോലിക്കാരനെ, ഒരു കൂലിക്കാരനെ എൻ്റെ പറമ്പിൽ വേലയ്ക്കാക്കി. വൈകിട്ട് അവന് കൂലി കൊടുത്തു വിടും. പക്ഷെ എൻ്റെ മകന് ഞാൻ കൂലി കൊടുക്കുകയില്ല. കാരണം അവനറിയാം ഞാൻ കൂലിക്ക് വന്ന ആളല്ല, എൻ്റെ അപ്പനുള്ളത് എൻ്റേതും കൂടെയാണ്. ഞാൻ ഈ ചിന്ത ഒന്നുകൂടെ ക്ലിയർ ആക്കാം, കേട്ടുകൊള്ളുക. ചിലപ്പോഴൊക്കെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥത്തോടെ നിന്നിട്ടും, കർത്താവിന് വേണ്ടി ശക്തിയോട് നിന്നിട്ടും, ചിലതൊക്കെ ആത്മാർത്ഥമായി കൊടുത്തിട്ടും പലരെയും പോലെ നിങ്ങൾ ആകുന്നില്ലെന്നൊക്കെ ഒരു ചിന്ത അകത്തുണ്ടാകാം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പങ്കാളികളാണെങ്കിൽ കൂലി കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എൻ്റെ പറമ്പിലെ പണിക്കാരൻ വൈകിട്ട് 5 മണിയായപ്പോൾ കിട്ടിയ കൂലി എണ്ണുക. ആ സമയത്ത് എൻ്റെ മോനിങ്ങനെ നോക്കി നിൽക്കുക, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ അവൻ്റെ തോളെ തട്ടിയിട്ട് പറയും, നീ പങ്കാളിയാണ്, എനിക്കെന്തുണ്ടോ അത് നിന്റേതാണ്. പക്ഷെ കൂലിക്കാരൻ അങ്ങനെയല്ല. നാം ഇന്ന് കാണുന്ന ആത്മീക ലോകത്ത് ഒത്തിരി പേർ കൂലി കിട്ടിയവരാ. കൂലി കിട്ടി, ചെയ്തതിന് കൂലി കിട്ടി. പക്ഷെ വളരെ കുറച്ചു പേർ ചെയ്തതിന്റെ മഹത്വം ഒരിക്കൽ പ്രാപിക്കാൻ കാത്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടുന്ന കൂലിക്കാരെയല്ല, ദൈവത്തിന് വേണ്ടുന്ന പങ്കാളികളെ, പാർട്ടക്കേഴ്സിനെയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന് ഞാൻ ഇന്നത് ചെയ്തു, എനിക്ക് ഇന്ന തന്നില്ലല്ലോ എന്ന് പറയാതെ നമുക്ക് ശക്തിയോടെ പറയാം, ദൈവരാജ്യം എന്റെയും കൂടെ ബിസിനസ്സാണ്. അതിന്റെ വളർച്ച, അതിന്റെ മുൻപോട്ടുള്ള ഗമനം, അതിൽ പങ്കാളിയാണ് ഞാൻ. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ ദേശത്തൊരു ആത്മീയ കൂട്ടായ്മ കർത്താവ് തുടങ്ങി. അതിൽ നടത്തിപ്പുകാരനായി പാസ്റ്റർ ബ്ലസ്സൻ വർഗീസ് അദ്ദേഹം നടത്തട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല. കർത്താവിന് ആവശ്യം പങ്കാളികളെയാണ്, അല്ലെ? ഏത് നിലയിൽ നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിയും ദൈവസഭയിൽ? ഞാൻ 2-3 കാര്യങ്ങളൊന്ന് പറയാം, അതൊന്ന് നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇടവരുന്നെങ്കിൽ സന്തോഷം. ഏതൊക്കെ നിലകളിൽ ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി മാറാൻ നിങ്ങൾക്ക് കഴിയും? ഒന്നാമത്തെ പങ്കാളിത്തം ഇന്റർസെഷനാണ്, മധ്യസ്ഥത അണയ്ക്കുക. കേൾക്കൂ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്തിന് ആവശ്യം മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു കൂട്ടത്തെയാണ്. നിങ്ങളുടെ പ്രാദേശിക സഭയ്ക്ക് നിങ്ങളൊരു പ്രസംഗകരാവി അവിടെ നിർബന്ധമില്ല. നിങ്ങളുടെ പ്രാദേശിക സഭയ്ക്ക് ഒഫീഷ്യൽ ഒരു കാൻഡിഡേറ്റായി നിങ്ങൾ മാറണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ലോക്കൽ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ആരും അറിയാതെ ഇന്റർസെഷൻ ചെയ്യുന്നത് ഒരു മിനിസ്ട്രിയാണ്, ഒരു പങ്കാളിത്തമാണ് പ്രാദേശിക സഭയ്ക്ക് വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? രണ്ട് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാ. സപ്പോർട്ട് ചെയ്യുക. എന്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ കണ്ടോ, പ്രവൃത്തി 6 ഒരു കൂട്ടമുണ്ട്. അവർ അടുക്കള ജോലി ചെയ്യുന്നവരാ, മേശമേശ ശുശ്രൂഷിക്കുന്നവരാ. കർത്തൃമേശ അല്ല, മുറുക്കിയല്ല, സെർവിങ് ആണ് അവരുടെ ജോലി. മറ്റൊരു കൂട്ടം പ്രീച്ചിങ്, ഒരു കൂട്ടം പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും പ്രാർത്ഥന ഉറ്റിരിക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങൾ ചെയ്യും. അവർക്ക് കംപ്ലൈന്റ് ഇല്ല, അല്ലെ? നമ്മുടെ നടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സ്റ്റേജിലുള്ള പരിപാടിയാ അല്ല. ദൈവസഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം നമ്മെ വിളിച്ചാക്കിയിടത്ത് മറ്റുള്ളവരുടെ ഒരു മുന്നോട്ട് പോക്കിന് പങ്കുവെക്കാൻ കഴിയുന്ന ഒരാളായി നമുക്ക് മാറാൻ കഴിയില്ലേ നമ്മുടെ പ്രാദേശിക സഭയിൽ? കാരണം ദൈവത്തിന് വേണ്ടുന്ന പങ്കാളികളെയാണ്, അല്ലെ? ഇന്റർസെഷൻ, മധ്യസ്ഥത അടയ്ക്കുക. മറ്റുള്ളവർ കൂട്ടായ്മ ബന്ധം നിലനിർത്തുക, അല്ലെ? പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യം, ആ വാക്യം ഒന്ന് നോട്ട് ചെയ്തോളൂ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 24. മടുത്തും ക്ഷീണിച്ചും വന്ന ഒരു കൂട്ടം അവർ നേരെ ഓടിപ്പോയി. എങ്ങോട്ടാ പോയത്?
ആ വാക്ക് അവിടെ കിടക്കുന്നുണ്ട്. കൂട്ടാളിയുടെ അടുക്കൽ ചെന്നു. നിങ്ങളുടെ മലയാളം ബൈബിൾ ആ വാക്ക് കണ്ടോ? കൂട്ടാളിയുടെ അടുക്കൽ ചെന്നു. ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 24. കൂട്ടാളിയുടെ അടുക്കൽ ചെന്നു. അവരോട് പറഞ്ഞു, ഞങ്ങളോട് ഈ നാമത്തെ ഇനി വാ തുറക്കരുതെന്നാ പറഞ്ഞ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? അവര് പറഞ്ഞു, സാരമില്ലെന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് കാര്യങ്ങളെ ചെയ്യുമെന്നേ. സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന് വേണ്ടുന്നത് പങ്കാളികളെയാണ്, കൂലിക്കാരെ അല്ല. കണക്ക് പറയുന്നവരെ കൊണ്ട് ദൈവസഭയ്ക്ക് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ ഇത്രയും ചെയ്തു, എന്നെ പരിഗണിച്ചില്ല, ക്ഷമിക്കണേ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ള ഒരാളെ കൊണ്ട് ദൈവരാജ്യത്തിൽ ഒരു പ്രയോജനം വരികയില്ല. പക്ഷെ ഇതെന്റെ ശുശ്രൂഷയാണ്, ഇതെന്റെ പങ്കാളിത്തമാണ് എന്ന് ഉറച്ച ബോധത്തോടെ നിങ്ങളുടെ പ്രാദേശിക സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെ? മടുത്ത് ക്ഷീണിച്ചു പോകുന്ന ഒരാളുടെ അടുക്ക ചെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സാരമില്ല, ഞങ്ങളൊപ്പം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, കർത്താവ് വഴി തുറക്കാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷമത എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളാണ്. നിങ്ങൾക്കറിയാമായിരിക്കാം, മാനസിക വേദന. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉറപ്പ് കാശല്ല, കാശിന്റെ അപ്പുറത്ത് ഒരു മാനസിക, ഒരു മെന്റൽ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ജനതയ്ക്ക് കൊടുക്കാൻ കഴിയണം. എങ്ങനെ നമുക്ക് നമ്മുടെ പ്രാദേശിക സഭയിൽ പങ്കാളിത്തം ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവരാജ്യത്തോട് ബന്ധത്തിൽ, അല്ലെ? കൂട്ടായ ഉത്തരവാദിത്വമാവണം ഓരോ സഭയെയും മുമ്പോട്ട് നയിക്കുന്നത്. കാരണം പൗലോസ് പറയുക, എന്നെ വിളിച്ചു, നിങ്ങളും ഈ ദൈവകൃപയുടെ പങ്കാളികളാണ്. അതെ പ്രിയപ്പെട്ടവരെ, ഈ പങ്കാളിത്തത്തിന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചതോർത്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം കേട്ടോ. ഇത് യജമാനന്റെ വേലയാ, ഇത് നല്ല വേലയാ. എവിടെ ആര് സുവിശേഷ നിമിത്തം അധ്വാനിക്കുന്നോ അവരെ തിരിച്ചറിയുക. ആര് ദൈവരാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നോ അവരെ പരിഗണിക്കാതിരിക്കരുത്. എന്റെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഐഡന്റിറ്റി സമൂഹം തന്നതല്ല, നമ്മുടെ ഐഡന്റിറ്റി സ്വർഗത്തിലെ ദൈവം തന്നതാണ്. 4 പേർ നിങ്ങൾ കൊള്ളാം എന്ന് പറയുന്നതിനേക്കാൾ വലുതല്ലേ നിങ്ങൾ കൊള്ളാം എന്ന് ദൈവം നമ്മോട് പറഞ്ഞത്? നമുക്ക് തന്ന ഏറ്റവും വലിയ പേര്, നാം കർത്താവിന്റെ പ്രിയരാണ് എന്നെങ്കിൽ നിങ്ങളോട് ചേർത്ത് നിർത്താൻ ആരുമില്ലായിരിക്കാം, നിങ്ങളെ പരിഗണിക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ ഒന്നാമൻ പറഞ്ഞു നിങ്ങൾ പ്രിയരാണെന്ന്. ജീവന്റെ നാഥൻ പറഞ്ഞു നിങ്ങൾ പ്രിയരാണെന്ന്. സകലത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു നിങ്ങളെ ഞാൻ അംഗീകരിച്ചെന്ന്. പിന്നെന്തിനാ നമ്മൾ ഇത്രയും വ്യാകുലപ്പെടുന്നത്? റോമിലെ ദൈവസഭയെ നിങ്ങൾക്ക് ഭരണാധികാരികളെതിരാവാം, നിങ്ങൾക്ക് ജനസമൂഹം എതിരാവാം. സമൂഹം നിങ്ങളെ ക്രിസ്തു വിശ്വാസത്തിന്റെ പേരിൽ മാറ്റി 2ാം കിട പൗരന്മാർ എന്ന് തള്ളിയേക്കാം. പക്ഷേ നിങ്ങൾ കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അഭിമാനത്തോടെ പറയൂ, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടൊരു നിമിഷം കർത്താവിന്റെ പാദമെടുത്ത് പറഞ്ഞാട്ട്, എനിക്ക് അഭിമാനമുള്ളത് സമൂഹം എനിക്ക് തന്ന പേര് കൊണ്ടല്ല, എനിക്ക് അഭിമാനമുള്ള ദൈവം എന്നെ അംഗീകരിച്ചു എന്നതില് ഞാൻ അഭിമാനിക്കുക. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് ഓമനത്തെ പേര് തന്നതല്ല, കർത്താവ് ഉത്തരവാദിത്വത്തിന്റെ പേര് ഏൽപ്പിച്ചതാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയണം, ഞാൻ കർത്താവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിയാണ്, കർത്താവിന്റെ വിളിയുടെ പങ്കാളിയാണ്. കർത്താവ് എനിക്ക് തന്ന സ്ഥാനമാണ് വിശുദ്ധൻ എന്ന പേര്. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ആ പേര് നിലനിർത്തണം. എനിക്ക് തന്ന ആ നല്ല പേരുണ്ടല്ലോ, ആ പേര് നിലനിർത്തുന്ന നിലയിൽ എല്ലായിടത്തും വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പങ്കാളികളാകുക ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഏതെങ്കിലും ചിന്തകൾ, ഏതെങ്കിലും സംശയങ്ങൾ ഇന്നത്തെ ഈ ചിന്തകളോട് ചേർത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് വ്യക്തത വരുത്തി ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തിക്കോളാം. പക്ഷേ എങ്ങനെ പങ്കാളികളാകാമെന്ന് പറഞ്ഞ് 3 പോയിന്റ് പറഞ്ഞായിരുന്നു. ഒന്ന് മധ്യസ്ഥത, 2 സപ്പോർട്ട്. 3ാമത്തെ പോയിന്റ് കേൾക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ പോയിന്റ് കൂട്ടാളികളാവുക, കൂട്ടായ്മ. കൂട്ടായ്മ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. നമ്മൾ ഒന്നാണെന്നും
ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ടെന്നും ഉറപ്പ് നൽകാൻ കഴിയുന്നതാണ് കൂട്ടായ്മ. ഒറ്റപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നതാണ് കൂട്ടായ്മ. അല്ലെ? ആരുമില്ലെന്ന് പറയുന്നവന്റെ ഒപ്പം ഞങ്ങളുണ്ടെന്ന് പറയുന്നതാണ് കൂട്ടായ്മ. സ്തോത്രം. ഒരു സഭയ്ക്ക് കുറഞ്ഞു പോയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഒന്നാണ് പങ്കാളിത്തം എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ ചെയ്യട്ടെ, അല്ലെ? നിങ്ങളുടെ ഈ കൊച്ചുകൂട്ടത്തിൽ അവർ എന്ന പ്രയോഗം നിർത്തി നമുക്കിങ്ങനെ പറയാം, നമ്മളെന്ന വാക്ക് മനോഹരം കേട്ടോ. കാരണം ഇത് കൂട്ടാളിത്വത്തിന്റെ, പങ്കാളിത്വത്തിന്റെ ശുശ്രൂഷയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.